ചില ദിവസം നമ്മൾ രാവിലെ എണീറ്റ് അടി വയ്ക്കും അല്ലേ, നമ്മുടെ ഭർത്താവിനോടോ അല്ലെങ്കിൽ ആരോടെങ്കിലും ആകട്ടെ നമ്മൾ അടി വയ്ക്കും. എന്താ കാരണം? ചിലപ്പോൾ നമ്മുടെ ഭർത്താവോ അല്ലെങ്കിൽ ഭാര്യയോ മറന്നുപോയി കാണും. ബർത്ത്ഡേ ആയ കാര്യം, ആനിവേഴ്സറി ആയ കാര്യം, മക്കളുടെ വിദ്യാഭ്യാസത്തിൻ്റെ എന്തെങ്കിലും കാര്യം എന്തുമാകട്ടെ, അത് എല്ലാ കുടുംബത്തിലും സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണ്. അല്ലെങ്കിൽ ഒരു മെസ്സേജ് വിട്ടതാകട്ടെ, എന്തുമാകട്ടെ, അത് കണ്ടില്ല, കേട്ടില്ല, അത് ചെയ്തില്ല, ഇത് ചെയ്തില്ല എന്ന് പറഞ്ഞ് വഴക്കുണ്ടാകും. പക്ഷെ നമ്മൾ ആ വഴക്ക് നമ്മൾ ദിവസങ്ങളോളം നീട്ടിക്കൊണ്ട് പോകാണ്ട് ഇത് കുറച്ച് കഴിയുമ്പോൾ ഇതെല്ലാ വീട്ടിലും തന്നെ ഉള്ളതാണെന്നുള്ള ചിന്തയോടുകൂടി ഒരു പുഞ്ചിരിയോടുകൂടി നോക്കിക്കേ, ആ വീട്ടിൽ സമാധാനവും സന്തോഷവും ഉണ്ടാകും. അതല്ലാണ്ട് ഇതെല്ലാം എനിക്ക് വേണ്ടി, എന്നോട് വൈരാഗ്യത്തോടെ പെരുമാറണേ, എന്നോട് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നുള്ള ചിന്തയോടുകൂടി നമ്മൾ അതിനെ അങ്ങോട്ട് അരച്ച് കലക്കി വേറെ രൂപത്തിലേക്ക് ആക്കുമ്പോൾ ഉണ്ടല്ലോ, ആ കുടുംബജീവിതത്തിൽ ഒരു സമാധാനം ഇല്ലാണ്ടാകും. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം. വേറെ രണ്ട് വ്യക്തികളായിട്ടാണ് ഒന്നിച്ച് ജീവിക്കുന്നത് നമ്മൾ, അല്ലേ? ഭാര്യ ഭർത്താക്കന്മാരായ വേറെ സാഹചര്യത്തിൽ നിന്ന് വന്നവരാണ്. അപ്പോൾ ഒന്നിച്ചു പോകാൻ ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ടായിരിക്കും. അപ്പം നമ്മളൊന്ന് വിചാരിക്കണം, ആ കൂടെ വന്ന വ്യക്തിയിൽ ഒരു പുഞ്ചിരിയെങ്കിലും, നമ്മൾ മറ്റുള്ളവരെ കാണുമ്പോൾ ചിരിക്കുന്നുണ്ടല്ലോ, പിന്നെ നമ്മുടെ വീട്ടിലുള്ളവരോട് ഒന്ന് സംസാരിക്കുകയും ഒന്ന് പുഞ്ചിരിക്കുകയും ഒക്കെ ചെയ്ത്, ഇന്ന കാര്യത്തിനാട്ടോ ഞാൻ പിണങ്ങിയത്, അത് ഇനി ചെയ്യരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് നമ്മളിലേക്ക് തന്നെ ഒരു കുറ്റം ആരോപിച്ച് നമ്മളങ്ങ് പെരുമാറി നോക്കിക്കേ, നമ്മുടെ കുടുംബജീവിതം സന്തോഷമാകുകയും ചെയ്യും. മക്കൾക്കും സമാധാനമാവും, മറ്റുള്ളവർക്കും സമാധാനമാവും, നമുക്കും സമാധാനമാവും. പിന്നെ ചിന്തിച്ച് കൂട്ടി ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളിലേക്കൊന്നും പോകാതിരിക്കുകയും ചെയ്യും. ശരിയാണോ? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി. അപ്പോൾ എപ്പോഴാണെങ്കിലും ഒരു പുഞ്ചിരിക്കാൻ ഒന്നും മറക്കരുത്. നമ്മളിപ്പോൾ എല്ലാ കാര്യങ്ങളൊന്നും എല്ലാവരും ഓർത്തിരുന്നൊന്നും വരില്ല. പ്രത്യേകിച്ച് ബർത്ത്ഡേയോ അല്ലെങ്കിൽ വിവാഹവാർഷികം ചിലപ്പോൾ ഓർത്തിരുന്നു വരും കേട്ടോ. പക്ഷേ ബർത്ത്ഡേ ഒക്കെ മറന്നു പോകാൻ സാധ്യതയുണ്ട്. അപ്പം അതിലൊന്നും പിണക്കം കൂടാതിരിക്കാൻ നമ്മൾ ശ്രമിക്കുക. അതിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു പോസിറ്റീവ് കണ്ട് ഒരു സന്തോഷം കണ്ടെത്തി അതിനെയൊക്കെ അങ്ങ് തട്ടി മാറ്റി കളയുക. അത്ര തന്നെ. ജീവിതം അതാണ്.